കോഴിക്കോട് മകന്റെ മർദ്ദനമേറ്റ പിതാവ് മരിച്ചു. എന്തെന്നാ കഥ? അപ്പം ഇതന്നെയുള്ളൂ ഇതിന്റെ വിഷയം. നിങ്ങളെ ഫോൺ ഉണ്ടല്ലോ, നിങ്ങളെ ഫോൺ ഇപ്പം ഫുള്ള് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കവർ ഇട്ടിട്ടുണ്ട്, ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, സ്ക്രീൻ ഗാർഡ് ഇട്ടിട്ടുണ്ട്, ക്യാമറ ഒക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ മക്കളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? ഒരു തരത്തിൽ ചോദിച്ചാൽ അങ്ങനൊന്നും ഇല്ലപ്പം കുറവാ. അതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മളെല്ലാം കുറ്റം പറഞ്ഞ മക്കളെ നമ്മൾ നോക്കേണ്ട പോലെ ശ്രദ്ധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. പണ്ടൊക്കെ മാമന്മാർ വീട്ടിലുണ്ടായിരുന്നു, അതുപോലെ കാരണന്മാർ, അതുപോലെ തന്നെ ആപ്പമാർ, എളാപ്പന്മാർ, മുത്താപ്പന്മാരുടെ ആളുകൾ ഇഷ്ടം. അവര് ശാസിക്കും, ഉപ്പയും ഉമ്മയും അവരെ സ്നേഹിക്കും. പക്ഷെ ഇന്ന് സാധിക്കേണ്ടതും അവരെ സ്നേഹിക്കേണ്ടതും എല്ലാം മാതാപിതാക്കൾ. പക്ഷെ മാതാപിതാക്കളോട് സ്നേഹിക്കാൻ മറന്നു പോവാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ്. അതുകൊണ്ട് തന്നെ ശാസന കയറുന്നു കിട്ടുന്നില്ല. ശിക്ഷ കൊടുക്കണം, അതുപോലെ മക്കളെ സ്നേഹിക്കണം. മക്കൾക്ക് എന്തുണ്ടെങ്കിലും തുറന്നു പറയാനുള്ള ഏറ്റവും വലിയ സുഹൃത്തുക്കളായി മാതാപിതാക്കൾ മാറണം. പക്ഷെ ഇതൊന്നും നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഫോൾട്ട്. പിന്നൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മളൊക്കെ വൈകാത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും വികൃതി കാണിച്ചു കഴിഞ്ഞാൽ മാമന്റെ ചങ്ങായിമാരോ അല്ലെങ്കിൽ ഉപ്പാന്റെ ചങ്ങായിമാരോ കണ്ടു കഴിഞ്ഞാൽ അവർ വീട്ടിൽ അറിയിക്കും. അപ്പൊ നമുക്കൊരു പേടിയാണ്. ഇന്ന് അതൊന്നും പേടി കാര്യമൊന്നുമില്ല. അവർ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സ്മാർ ഒരു വിലയില്ല. കാരണം ടീച്ചർമാർ അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളാവും, കേസാവും. അതുകൊണ്ട് ടീച്ചർ വിചാരിക്കുകയാണെങ്കിൽ എന്തിനാണ് തല്ലുന്നത്, തല്ലിയിട്ട് വെറുതെ എന്റെ ജോലി വെക്കേണ്ട, ആരാണ് മക്കളെ നന്നാക്കേണ്ടത്, അത് വിചാരിച്ചപ്പോൾ പറഞ്ഞിട്ട് കാര്യം. ആരാണ് മക്കളെ ഇന്നലെ ഒരു ന്യൂസ് കണ്ടിരുന്നു, പോകുന്ന വഴിക്ക് കഞ്ചാവ് അടിച്ചിട്ടാണ് പോകുന്നത്, ഒരാളെടുത്തിട്ട് വേറെ തന്നെ എടുത്ത് കേട്ടിൽ കിട്ടും. ആളാരാന്ന് പോലും ആർക്കും അറിയില്ല. കാരണം ഇത് പൊതു സമൂഹത്തിനും ഉപദ്രവമാണ്. ആൾക്കാർ വിചാരിക്കുന്നത് അവരവരുടെ വീട്ടിൽ അവരുടെ മക്കളാണ്, അവരവരുടെ മക്കളെ മാത്രമല്ല, ഇത് പൊതുസമൂഹത്തിന് ബാധിക്കുന്നതാണ്. ഇപ്പൊ എന്റെ ഒരു ഫോണില്, എന്റെ ഫോണില് ഇത് ഞങ്ങളുടെ നാട്ടില് ഇത് ഒരു നോമ്പ് പറയാണ്, സോഷ്യൽ സർവീസാണ്. യാത്രക്കാരായ ആളുകൾക്ക് നോമ്പ് കൊടുക്കുകയാണ്. ഇത് ചെറിയ മക്കളാണ് ഇതിൽ മൊത്തം ഉള്ളത്. അതേപോലെ ഒരുപാട് സ്ഥലത്ത് സംഘടനകളും അതുപോലെ എല്ലാം ചെയ്യുന്നുണ്ട്. മക്കളൊക്കെ ഇപ്പൊ നല്ല സോഷ്യൽ സർവീസ്, നല്ല ആക്റ്റീവാണ്. ഇപ്പൊ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്ത പോലെ തന്നെ എല്ലാവരും ടെസ്റ്റ് ചെയ്യാം. അതായത് സ്കൂൾ പഠിപ്പിക്കുന്ന നിർബന്ധമില്ല. അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് PTA അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടന ഒക്കെ ഏറ്റെടുത്തിട്ട് 7ാം ക്ലാസ് മുതൽ എല്ലാ കുട്ടികളും എല്ലാ വർഷവും ചെക്ക് ചെയ്യാം. വീട്ടിൽ നമുക്ക് ചെക്ക് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം സ്വന്തം മക്കളെ തെറ്റിദ്ധരിക്കുമ്പോൾ അത് വേറെ വിഷയത്തിലേക്ക്. പക്ഷെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ചെക്കിങ് 7ാം ക്ലാസ്സിലുള്ള മുകളിലെ എല്ലാ കുട്ടികളും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് എല്ലാവരും നിങ്ങൾ വീഡിയോ ഇപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടാവും. കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ഇടുക. അതുപോലെ പരമാവധി അധികാരികൾക്കോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് എത്തിക്കുക. അത് സ്കൂൾ PTA മുഖാന്തരം അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് സന്നദ്ധ സംഘം മുഖാന്തരമൊക്കെ 7ാം ക്ലാസ് മുതലുള്ള മേലോട്ടുള്ള കുട്ടികളൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. കാരണം നമ്മളെ മക്കളാണ്. ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ ഇതിന്റെ അപ്പുറം നമുക്ക് കേൾവി ഇല്ലാത്ത രീതിയിലേക്കാണ് ഓരോ ദിവസവും ന്യൂസ്. മക്കളെ ശിക്ഷണത്തിന്റെ പ്രശ്നമായിട്ട് നമുക്ക് മക്കൾ ഒരിക്കലും കുറ്റം പറയാൻ മക്കൾ പണ്ടത്തേക്കാട്ടും ഉഷാറാണ്. സോഷ്യൽ സർവീസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നതാണ്. മക്കളൊക്കെ ആക്റ്റീവാണ്. പക്ഷെ അത് വേറെ ഇതിൽ കൈകം മാറിങ്ങനെ കാത്തിരിക്കണം. അവരെ കയ്യിലേക്ക് കൊടുക്കാതെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കാം. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. നമുക്കൊക്കെ മക്കളെ കൈ പിടിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ മക്കളെ നമുക്ക് ശിക്ഷണം അത് നമ്മൾ പറയുന്ന കേൾക്കുള്ളൂ, അതിന്റെ അപ്പുറം കേൾക്കുക. അപ്പൊ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ മക്കളെ സുഹൃത്തുക്കളാവാൻ വേണ്ടി എല്ലാ മാതാപിതാക്കളും ശ്രമിക്കാം.